ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ്. അപ്പോൾ ആരൊക്കെ സംസ്ഥാന മുഖ്യമന്ത്രിമാരെന്ന് നോക്കാം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് YS ജഗൻ മോഹൻ റെഡ്ഡി. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് YS ജഗൻ മോഹൻ റെഡ്ഡി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? YS ജഗൻ മോഹൻ റെഡ്ഡിയാണ്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് പേമ ഖണ്ഡു. അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി പേമ ഖണ്ഡു ആണ്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് പേമ ഖണ്ഡു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു ആണ്. പേമ ഖണ്ഡു. ആസാമിന്റെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ആസാമിന്റെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ബീഹാർ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബീഹാർ മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാർ ആണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായ്. പുതിയ മുഖ്യമന്ത്രിയാണ്. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായ്. വിഷ്ണുദേവ് സായ് ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായ്. ഛത്തീസ്ഗഡിലെ പഴയ മുഖ്യമന്ത്രിയാണ് ഭൂപേഷ് ബാഗേൽ ആയിരുന്നു പഴയത്. ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായ്. വിഷ്ണുദേവ് സായ് ആണ് ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി. ഗോവ മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത്. ഗോവയുടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ്. ഗോവയുടെ മുഖ്യമന്ത്രി ആരാണ്? പ്രമോദ് സാവന്ത്. പ്രമോദ് സാവന്ത് ഗോവയുടെ മുഖ്യമന്ത്രിയാണ്. ഗോവ മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത്. പ്രമോദ് സാവന്ത് ഗോവയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി YS ജഗൻ മോഹൻ റെഡ്ഡി. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായ്. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായ്. വിഷ്ണുദേവ് സായ്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ്. ഗോവയുടെ പുതിയ ഗോവ മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ്. അത് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര പട്ടേൽ. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ആണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര പട്ടേൽ. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ആണ്. ഹരിയാന മുഖ്യമന്ത്രിയാണ് മനോഹർലാൽ ഖട്ടർ. മനോഹർലാൽ ഖട്ടർ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ആണ്. ഹരിയാന മുഖ്യമന്ത്രിയാണ് മനോഹർലാൽ ഖട്ടർ. ഹരിയാനയുടെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ആണ്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഗു. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഗു. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഗു ആണ്. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഗു. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഗു ആണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹെമന്ത് സൊറൻ. ഹെമന്ത് സൊറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ്. ഹെമന്ത് സൊറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ്. ഹെമന്ത് സൊറൻ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹെമന്ത് സൊറൻ ആണ്. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ് ഹെമന്ത് സൊറൻ. ഹെമന്ത് സൊറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ്. കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രിയാണ്. സിദ്ധരാമയ്യ. കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കർണാടക മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യാണ്. കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ്. കർണാടക മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യ. കേരള മുഖ്യമന്ത്രി അറിയാം പിണറായി വിജയനാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇപ്പോൾ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ്. ഹരിയാന മുഖ്യമന്ത്രിയാണ് മനോഹർലാൽ ഖട്ടർ. ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ആണ്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഗു. സുഖ്വീന്ദർ സിംഗ് സുഗു ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഗു. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹെമന്ത് സൊറൻ. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ഹെമന്ത് സൊറൻ ആണ്. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ് ഹെമന്ത് സൊറൻ. ഹെമന്ത് സൊറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ്. ഹെമന്ത് സൊറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ്. കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ്. കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം പിണറായി വിജയനാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ്. മധ്യപ്രദേശിന്റെ മന്ത്രിയാണ് മോഹൻ യാദവ്. മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ്. മധ്യപ്രദേശിന്റെ പഴയ മുഖ്യമന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ മാറിയിട്ട് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. മോഹൻ യാദവ് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. മോഹൻ യാദവ് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് ഏകനാഥ് ഷിൻഡെ. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ഏകനാഥ് ഷിൻഡെയാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ. ഏകനാഥ് ഷിൻഡെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ്. ഏകനാഥ് ഷിൻഡെ. മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് N ബീരേൻ സിംഗ്. മണിപ്പൂർ മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് ആണ്. മണിപ്പൂർ മുഖ്യമന്ത്രി ആരാണ്? N ബീരേൻ സിംഗ്. N ബീരേൻ സിംഗ് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയാണ്. മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ് കൊൺറാഡ് സാങ്മ. മേഘാലയയുടെ മുഖ്യമന്ത്രി കൊൺറാഡ് സാങ്മയാണ്. മേഘാലയയുടെ മുഖ്യമന്ത്രി ആരാണ്? കൊൺറാഡ് സാങ്മ. കൊൺറാഡ് സാങ്മയാണ് മേഘാലയയുടെ മുഖ്യമന്ത്രി.
മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ. മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ. മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ. മിസോറാമിന്റെ പഴയ മുഖ്യമന്ത്രിയാണ് സോറാം താങ്ങയായിരുന്നു പഴയ മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ. മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ. നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രിയാണ് നെഫ്യൂറിയോ. നാഗാലാൻഡ് മുഖ്യമന്ത്രി നെഫ്യൂറിയോ ആണ്. നാഗാലാൻഡ് മുഖ്യമന്ത്രിയാണ് നെഫ്യൂറിയോ. നാഗാലാൻഡ് മുഖ്യമന്ത്രി നെഫ്യൂറിയോ ആണ്. അപ്പോൾ മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് ഏകനാഥ് ഷിൻഡെ ആണ്. മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് എൻ ബീരേൻ സിംഗ് ആണ്. മേഘാലയ മുഖ്യമന്ത്രി കൊൺറാഡ് സാങ്മ. മേഘാലയയുടെ മുഖ്യമന്ത്രിയുടെ പേരാണ്. മിസോറാം മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമയാണ്. നാഗാലാൻഡ് മുഖ്യമന്ത്രിയാണ് നെഫ്യൂറിയോ. നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രിയാണ് നെഫ്യൂറിയോ. ഒഡീഷ മുഖ്യമന്ത്രിയാണ് നവീൻ പട്നായിക്. ഒഡീഷ മുഖ്യമന്ത്രി ആരാണ്? നവീൻ പട്നായിക് ആണ്. ഒഡീഷയുടെ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ്. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ആണ്. ഒഡീഷ മുഖ്യമന്ത്രി ആരാണ്? നവീൻ പട്നായിക്. പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് സിംഗ് മാൻ. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ ആണ്. പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് ഭഗവത് സിംഗ് മാൻ ആണ്. പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയുടെ പേരാണ് ഭഗവന്ത് സിംഗ് മാൻ. രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. രാജസ്ഥാൻ പുതിയ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ്. രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ്. രാജസ്ഥാന്റെ പഴയ മുഖ്യമന്ത്രിയായിരുന്നു അശോക് ഗെഹ്ലോട്ട്. രാജസ്ഥാന്റെ പഴയ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് മാറി ഇപ്പോൾ ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ്. സിക്കിം മുഖ്യമന്ത്രിയാണ് പ്രേംസിംഗ് തമാങ്. സിക്കിം മുഖ്യമന്ത്രിയാണ് പ്രേംസിംഗ് തമാങ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? എം കെ സ്റ്റാലിൻ. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. തെലങ്കാനയുടെ പഴയ മുഖ്യമന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരായിരുന്നു പഴയ മുഖ്യമന്ത്രി. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ്. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ആണ്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. സിക്കിം മുഖ്യമന്ത്രിയാണ് പ്രേംസിംഗ് തമാങ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. തെലങ്കാന മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. അടുത്ത ത്രിപുര മുഖ്യമന്ത്രിയാണ് മാണിക് സാഹ. ത്രിപുരയുടെ മുഖ്യമന്ത്രിയുടെ പേരാണ് മാണിക് സാഹ. ത്രിപുര മുഖ്യമന്ത്രിയാണ് മാണിക് സാഹ. ത്രിപുര മുഖ്യമന്ത്രിയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ് ആണ്. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് പുഷ്പർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് പുഷ്പർ സിംഗ് ധാമി. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജിയാണ്. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി. അപ്പോൾ ഇത്രയുള്ളൂ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ഇനി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ മുഖ്യമന്ത്രി നോക്കാം. ഡൽഹി മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണ്. പുതുച്ചേരി മുഖ്യമന്ത്രിയാണ് എൻ രംഗസ്വാമി. പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ്. അപ്പോൾ രണ്ട് കേന്ദ്രഭരണ പ്രദേശത്തിനുള്ള മുഖ്യമന്ത്രിമാര്, അതിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ്. അപ്പോൾ ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് പുഷ്പർ സിംഗ് ധാമി, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി, ഈ കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണ്, പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.